നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ഹരിത, സൈക്യാട്രി PG റെസിഡന്റ് ആണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലോകപ്രസിദ്ധനായ സൈക്യാട്രിസ്റ്റ്, ഇന്ത്യൻ സൈക്യാട്രിക് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റും ജനീവയിലെ വേൾഡ് സൈക്യാട്രിക് സൊസൈറ്റി മുൻ സെക്രട്ടറി ജനറലും ആയിരുന്ന പ്രൊഫസർ റോയ് എബ്രഹാം കള്ളിവയലിലാണ്. സർ, ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്ന അക്രമ സ്വഭാവത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളിങ്ങനെ അക്രമ സ്വഭാവങ്ങൾ മാത്രമല്ല, കൊലപാതകങ്ങൾ, അതുപോലെ ക്യാമ്പസുകളിൽ, സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കൊലപാതകങ്ങളൊക്കെ കാണുന്നു. എന്നും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വായിക്കുമ്പോൾ വളരെ ആശങ്കാജനകമായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബാംഗങ്ങളെ എല്ലാവരെയും 4-5 പേരെ കൊലപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നു. ഭയാനകമായ സംഭവങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കേരള സമൂഹവും രാജ്യവും പ്രത്യേകിച്ച് പഠിക്കണം. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുടുംബങ്ങളാണ്. കുടുംബത്തിൽ നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം. അവർ ഗാർഹികമായിട്ടുള്ള വയലൻസ്, കുടുംബങ്ങളിൽ ഗാർഹികമായിട്ടുള്ള അക്രമങ്ങൾ നടക്കാതിരിക്കാൻ നോക്കണം. ചൈൽഡ് അബ്യൂസ്, അതുപോലെ നിഗ്ലക്ട്, അതായത് കുട്ടികളെ അവഗണിക്കുന്നത് കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പരിസരം, എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പരിസരം. ഒരു ക്രൈം റിഡൺ നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ അകന്നു നിൽക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ഐസൊലേഷൻ, ആരും ഒറ്റപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സോഷ്യോ കൾച്ചറൽ, അതായത് അക്രമത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത് അത് വലിയൊരു നേട്ടമാണ്, അല്ലെ പൗരുഷത്തിൻ്റെ ലക്ഷണമാണ്, മാസ്കുലിനിറ്റി. അതിനെയൊക്കെ അംഗീകരിക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ, അതുപോലെ സിനിമ, അല്ലെ മറ്റ് മാധ്യമങ്ങളിൽ കൂടെയുള്ള പ്രചാരണങ്ങളൊക്കെ അതീവ ദോഷമാണ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ കാണുന്നുണ്ട് മാർക്കോ പോലുള്ള സിനിമകൾ. അത് വയലൻസ് വളരെയധികം അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള, അതൊക്കെ വലിയ സമൂഹത്തിന് വളരെയധികം ദോഷങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അതിനെല്ലായിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള ചിന്ത നമുക്കുണ്ടാകണം. പിന്നെ മൂന്നാമത്തെ പ്രധാന കാര്യം ഡ്രഗ് അഡിക്ഷനാണ്. അതിനുവേണ്ടി സർക്കാരുകളും മറ്റു ആൾക്കാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ, നമുക്ക് ഇനി ഒത്തിരി കാര്യങ്ങൾ, ഇതിൻ്റെ സപ്ലൈ ചെയിനൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി കംപ്ലീറ്റ് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഡ്രഗ് അഡിക്ഷൻ വരുമ്പോൾ നമ്മൾ ആൽക്കഹോളും തീർച്ചയായിട്ടും അതിനകത്ത് ഉൾപ്പെടുത്തണം. മദ്യത്തെ നമ്മൾ ഒഴിവാക്കാതെ, മദ്യം നമുക്ക് സമ്പത്ത് കൊണ്ടുവരുന്ന കാര്യമാണ്, സംസ്ഥാനത്തിന് പണം കിട്ടുന്നതാണുകൊണ്ട് നമുക്ക് അതിനെതിരെ വേണ്ടാന്നുള്ളത് ചിന്തിക്കരുത്. എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നുകളും മദ്യത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം നമുക്കത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതൊരു പ്രധാന കാരണമാണ്. ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കാരണം മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. അത് നമുക്ക് പല കുടുംബങ്ങളിലുമൊക്കെ നമുക്ക് അവർക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, നമുക്ക് ഡിപ്രഷൻ, ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ ഒക്കെ ഉള്ളപ്പോൾ അവരത് ആങ്കറിലും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായത് വൈരാഗ്യബോധത്തിലേക്ക് അവർ പോകാൻ കാരണമുണ്ട്. പിന്നെ ഏറ്റവും അവസാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാവണം, അത് നമ്മൾ നോക്കണം. ഇനി എൻ്റെ കൂടെ 2 ചെറുപ്പക്കാരായ ഡോക്ടർമാരുണ്ട്. ഞങ്ങളുടെ ഔഷധന്മാരായ ഡോക്ടർ അഞ്ജലി ജോസഫും ഡോക്ടർ ശ്വേത ശിവകുമാർ. അവർക്ക് എന്താണ് ചോദിക്കാനുള്ളത്? പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആ പരിഹാര മാർഗങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു 5 പ്രധാന പരിഹാര മാർഗങ്ങൾ ചുരുക്കത്തിൽ പറയാം. ഒന്നാമത്തെ കാര്യം ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് പ്രിവെൻഷൻ. അത് നമ്മൾ ആദ്യമേ തന്നെ ഇടപെടണം. അതുപോലെ തന്നെ അത് നമ്മൾ സ്കൂളുകൾ, സമൂഹങ്ങൾ, കുടുംബങ്ങൾ ഇവിടെ തുടങ്ങണം. നമുക്ക് അവിടെ ഹെൽത്തി റിലേഷൻഷിപ്സുകൾ കുടുംബങ്ങൾ ഉണ്ടാകാനായിട്ട്, ആരോഗ്യകരമായ ബന്ധങ്ങൾ ഉണ്ടാകണം. അങ്ങനെ സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, നമുക്ക് സാമൂഹികമായിട്ടുള്ള കഴിവുകൾ, നൈപുണ്യം, അത് നമുക്ക് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുള്ള ചെയ്യണം. രണ്ടാമത്തെ കാര്യം മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്. ഇപ്പോൾ സ്കൂളുകളിൽ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് കോളേജുകളിലും അത് വേണം. അതുപോലെ സൈക്കോതെറാപ്പി, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ അവിടെ പീർ സപ്പോർട്ട് പ്രോഗ്രാംസ്, പരസ്പരം സഹായിക്കുന്ന, കുട്ടികളെ സഹായിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം. മൂന്നാമതൊരു കാര്യം നമുക്ക് സൂചിപ്പിക്കാനുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്സ്, നമ്മൾ പോസിറ്റീവായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വേണം. അതുപോലെ തന്നെ സ്പോർട്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ റിക്രിയേഷൻ, മെൻറ്റർഷിപ്പ് പ്രോഗ്രാം, അതുപോലെ ആർട്സ്, കലകൾ, ഇത് വികസിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി. ചെറുപ്പക്കാർക്ക് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വിചാരം ഉണ്ടാകാതെ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പോളിസി, അക്രമത്തിനെതിരെയുള്ള പോളിസികളും
നിയമനിർമ്മാണങ്ങളും അത് നിയമസഭയുടെ ചുമതലകളാണ് ചെയ്യണം. നമ്മുടെ ചെറുപ്പക്കാർ, ഭാരതത്തിലെ ചെറുപ്പക്കാർ വലിയൊരു സമ്പത്താണ്. നമുക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയും. ഏറ്റവും നമ്മുടെ പോപ്പുലേഷനാണ് 40% വരുന്ന ചെറുപ്പക്കാർ. അവരാണ് ഭാവി നിർണ്ണയിക്കുന്നത്. അവർക്ക് വേണ്ടി അവർ നല്ല സ്വഭാവരൂപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയും അക്രമത്തെ അവർ തന്നെ തടയുന്ന രീതിയിൽ നമ്മുടെ ശ്രമങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആശംസയോടെ എല്ലാവർക്കും ആശംസ.